ശ്രീ വസീഫ്, ഒരു തിളക്കമാർന്ന വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നു. ഇടത് കോട്ടകളിലേക്കടക്കം കടന്നുകയറിക്കൊണ്ടുള്ള മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായൊരു പൊളിറ്റിക്കൽ പാറ്റേണിൽ തന്നെയാണ് ജനം വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. എവിടെയാണ് ഇടതുമുന്നണിക്ക് പിഴച്ചത്? തിരിച്ചടിയായ ഘടകങ്ങൾ എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്, ശ്രീ വി വസീഫ്? ഇവിടെ ഞങ്ങൾക്ക് ചെറിയ തിരിച്ചടി, ചെറുതല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പാടെ CPM ഇടതുപക്ഷം ഇല്ലാതായി എന്നൊന്നും പറയുന്നതിൽ അത്ര ഒരു വസ്തുതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വസ്തുതയില്ല. 2010 582 പഞ്ചായത്ത് ഭരിച്ചത് UDF ആയിരുന്നു 2010. അതിൻ്റെ തുടർച്ചയാണ്. അതായത് VS അച്യുതാനന്ദൻ രണ്ടാമത് വരുമോ ഇല്ലയോ എന്ന് ചർച്ച നടക്കുന്ന സമയത്താണത്. അന്ന് 384 മാത്രമാണ് ഞങ്ങൾ ഭരിച്ചത്. അന്ന് BJP ഉണ്ട് 4 പഞ്ചായത്തിൽ. അതിനു മുമ്പ് 224 പഞ്ചായത്ത് 2005 ഭരിച്ച UDF ആണ് 582 പഞ്ചായത്തിലേക്ക് അന്ന് വന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ 2011 ഞങ്ങൾ കപ്പനും ചുണ്ടിലും ഇടയിൽ എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ തുടർഭരണം അന്ന് നഷ്ടപ്പെട്ടത്. 68 സീറ്റോളം വാങ്ങി ഞങ്ങളന്ന് നഷ്ടപ്പെട്ടത്. അങ്ങനൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുക, മറു സൈഡിൽ ആരൊക്കെയാണ്? ഒരു കവലയിൽ ഇറങ്ങിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംശയം തോന്നും. ആ വാഹനം, ഈ അനൗൺസ്മെൻറ്റ് വാഹനം, പ്രചരണ വാഹനം UDFൻ്റേതാണോ അല്ല BJPയുടേതാണോ? നമുക്ക് സംശയം തോന്നും. ഒരു പൊതുയോഗ പ്രസംഗം UDFൻ്റെ ഒരു നേതാവ് പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്ക് സംശയം തോന്നും, ഇത് UDFൻ്റെ പ്രസംഗമാണോ അല്ല BJPയുടെ പ്രസംഗമാണോ? രണ്ടുപേരും ഒരുപോലെ കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ഇവർ മാത്രമല്ല. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് UDF, അവരോടൊപ്പം ആരും ജമായത്തെ ഇസ്ലാമിയും. നിങ്ങൾ അവരുടെ മാധ്യമം, അതോടൊപ്പം മീഡിയ വൺ, ഇവരുടെ ഇതിന് പുറമെ ജമായത്തെ ഇസ്ലാമിയുടെ കുറേ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഒരു ഭാഗത്ത് ജമായത്തെ ഇസ്ലാമി മുസ്ലിം വിരുദ്ധരാണ് CPIM എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ BJP ഞങ്ങൾ ഇടതുപക്ഷം വിശ്വാസികൾക്കെതിരാണ് എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം പ്രചരണം നടത്തുക, ഞങ്ങളെ അങ്ങ് അകറ്റി നിർത്തുക. അപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന് BJP. ശ്രീ വി വസീഫ്, ഈ ഒത്തുകളി കൂട്ടുകെട്ട് എന്ന ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പുറത്തു വന്നതാണ്. അവിടെ BJP തികഞ്ഞ ആധിപത്യം പുലർത്തുന്നത് നമ്മൾ കണ്ടു. അവിടെയാണെങ്കിൽ കോൺഗ്രസ് സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളിലേക്ക് കോൺഗ്രസ് അവിടെ എത്തുകയാണ്. പക്ഷേ അവിടെ CPIMൻ്റെ നില പരിങ്ങലായി പോവുകയാണ്. ശ്രീ വസീഫ്, അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ വികസനം നമുക്കൊക്കെ ഇപ്പോൾ അറിയാവുന്നത് 10 വർഷം കാലയളവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ് കേരളത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കുമൊക്കെ അറിയൂ, പുതിയ വോട്ടർമാർക്ക് പ്രത്യേകിച്ച്. ഇനി 10 വർഷം മുമ്പുള്ളത് ഓർത്തെടുക്കുക എന്നുള്ളത് തന്നെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പ പ്രയാസമുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ പ്രസംഗങ്ങൾ, UDFൻ്റെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ, അതോടൊപ്പം തന്നെ ചില വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലെ ഭരണത്തെ ഓർമ്മിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നടത്തുക. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഈ 10 വർഷ കാലയളവിൽ നടത്തിയ, ഈ 9.5 വർഷ കാലയളവിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അടുത്തേക്ക് പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി, അത് ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ നടത്തിയൊരു വലിയ പ്രചരണമുണ്ട്. ആ പ്രചരണത്തിനാണ് ഞാൻ പറഞ്ഞത്, ടീം UDF അല്ല, ടീം റൈറ്റ് വിങ് എന്ന് പറയുന്ന തരത്തിലേക്ക് BJPയും ജമായത്തെ ഇസ്ലാമിയും അടങ്ങുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടങ്ങുന്ന ഒരു സംഘം ഒന്നിച്ച് പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ച ഘട്ടത്തിൽ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ചില പ്രയാസമുണ്ടായോ എന്നൊരു സംശയം എനിക്ക് പ്രത്യേകിച്ചുണ്ട്, ഞങ്ങൾക്കുണ്ട് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ അടച്ചുപൂട്ടിയ സ്കൂളുകൾ, നമ്മൾ ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു UDFൻ്റെ വലതുപക്ഷ നയമുണ്ട്.
ഈ കേരളത്തിലെ ലൈഫിലൂടെ വീട് കിട്ടാത്ത സാഹചര്യം, കേരളത്തിലെ സാധാരണക്കാരന് 22 മാസത്തോളം പെൻഷൻ മുടങ്ങിയ സാഹചര്യം, അങ്ങനെ കേരളമാകെ അലങ്കോലമായി കിടന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മാത്രം ഓടി നടന്ന് തറക്കല്ലിടൽ മാമാങ്കം നടത്തിയ UDFന്റെ ഭരണം, ഉമ്മൻചാണ്ടി ഭരണം, ആ ഭരണത്തെ ഓർത്തെടുക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള BJPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും UDFന്റെയും ഒക്കെ ഒരു പ്രത്യേക ആംഗിളിൽ നിന്നുള്ള പ്രചരണം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറികടക്കാൻ പറ്റും എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അത് മറികടക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.